ഓക്കെ, ഇനിയുള്ള ക്ലാസ് എന്ന് വെച്ചാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഡിസൈനെ പറ്റിയുള്ള ഒരു കംപ്ലീറ്റ് ഐഡിയ, ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യുന്ന വർക്കുകൾ ജസ്റ്റ് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക, അതിന് വ്യത്യാസം മനസ്സിലാക്കാം. സോ ഫുള്ളി ഫോക്കസ് ചെയ്യുക. ഒരു അക്കാദമി പോലും ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് നിങ്ങളെ പഠിപ്പിക്കണമെന്നില്ല, ഫുള്ളി ഫോക്കസ് ചെയ്യുക. ഫസ്റ്റ് വാട്ട് ഈസ് കോമ്പോസിഷൻ. കോമ്പോസിഷൻ ഇത്രയേ ഉള്ളൂ. 60% ഓഫ് ആൾക്കാരെന്ന് വെച്ചാൽ കണ്ണുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ആൾക്കാരാണ്, വിഷ്വലി കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അവരെ മനസ്സിലാക്കാൻ വേണ്ടി, അവരുടെ അടുത്തൊരു കഥ പറയാൻ വേണ്ടി എലമെൻറ്റ്സ് യൂസ് ചെയ്യുന്നു, ഫോട്ടോ യൂസ് ചെയ്യുന്നു, ടെക്സ്റ്റുകൾ യൂസ് ചെയ്ത് നമുക്ക് അവരുടെ അടുത്തൊരു കഥ പറയാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് കോമ്പോസിറ്റിംഗ് എന്ന് പറയുന്നത്. മനസ്സിലായില്ല എന്ന് എനിക്ക് പിടി കിട്ടി, കുറച്ചുകൂടി ഡീറ്റെയിൽ ഞാൻ പറഞ്ഞുതരാം. താഴോട്ട് പോകാം. ഈ ഒരു ഡിസൈൻ നോക്കും, ഒരു ലേഡിയുടെ പോർട്ട്ഫോളിയോ ആണ്, അത് അവരെ പറ്റി അവർ എഴുതി കാണും. നമ്മളെ ഈ ഡിസൈനിലേക്ക് അട്രാക്ട് ചെയ്യിപ്പിക്കുന്ന എന്താണ്? ആ ജെയിൻ എന്ന് എഴുതിയിരിക്കുന്ന ആ ഒരു ടെക്സ്റ്റും അതേപോലെ ആ ലേഡിയുടെ ഫോട്ടോയുമാണ്. അപ്പോൾ എന്തൊക്കെയാണ് അവർ യൂസ് ചെയ്തത്? ഫോട്ടോ യൂസ് ചെയ്തു, ആ എലമെൻറ്റ്സ് യൂസ് ചെയ്തു. ആ ജെയിൻ എന്നുള്ളത് നമ്മൾ വായിക്കണമെന്ന് അവർക്ക് ഒരു നിർബന്ധവുമില്ല, കാരണം നമുക്കത് ഒറ്റ നോട്ടത്തിൽ വായിക്കാൻ പറ്റത്തില്ല. നമ്മൾ അവരുടെ ഐഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഡിസൈൻ, അവരുടെ ഒരു ഐഡിയ മനസ്സിലാക്കാം. സെക്കൻഡ്, അവരെ പറ്റി അറിയാൻ വേണ്ടി നമ്മൾ ഏതാണ് ഏറ്റവും കൂടുതൽ നോക്കുന്നത്? ടെക്സ്റ്റാണ് നോക്കുന്നത്, അതാണ് നമുക്ക് വായിക്കാൻ പറ്റുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് അവർ യൂസ് ചെയ്തത്? ടെക്സ്റ്റ് യൂസ് ചെയ്ത്, ഫോട്ടോ യൂസ് ചെയ്ത്, എലമെൻറ്റ്സ് യൂസ് ചെയ്ത് നമ്മളെടുത്ത് അവരൊരു കഥ പറയാണ്. അത് ആ ലേഡിയുടെ കഥ നമ്മളെടുത്ത് പറയാണ്. ഇനി താഴോട്ട് കുറച്ചുകൂടെ എക്സാമ്പിളിലേക്ക് വരാം. സെയിം ഐഡിയ ആണ്, പക്ഷേ പ്രൊഡക്റ്റാണ് ഇവിടെ സെല്ല് ചെയ്യുന്നത്. അവിടെ സെയിൽ എന്നാണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം സെയിൽ എന്നുള്ളത് വായിക്കണമെന്ന് ഒരു നിർബന്ധം അവർക്കില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ആ ഡിസൈൻ മനസ്സിലാക്കുക, അതിൻ്റെ സ്റ്റൈല് മനസ്സിലാക്കുക, ആ തൊപ്പിയുടെ ഫോട്ടോ കൊണ്ടിട്ട് ആ തൊപ്പിയുടെ ക്വാളിറ്റി മനസ്സിലാക്കാം. അത് കഴിഞ്ഞതിന് ശേഷം അതിനെപ്പറ്റി അറിയാൻ വേണ്ടി നമ്മൾ എന്താണെന്ന് നോക്കുന്നത്? ടെക്സ്റ്റ് നോക്കും. അപ്പോൾ താഴോട്ട് നോക്കുമ്പോൾ എഴുതിയിട്ടൊക്കെ ഇതാണ് കാര്യം എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ എന്തൊക്കെയാണ് അവർ യൂസ് ചെയ്ത്? ടെക്സ്റ്റ് യൂസ് ചെയ്തു, അതേപോലെ ഫോട്ടോ, ആ പേഴ്സൻ്റെ ഫോട്ടോ യൂസ് ചെയ്തു, തൊപ്പിയുടെ ഫോട്ടോ യൂസ് ചെയ്തു, അതേപോലെ എലമെൻറ്റ്സ് യൂസ് ചെയ്തു, ടോപ്പിലുള്ള എലമെൻറ്റ്സ്, സെയിൽ എന്നുള്ള എലമെൻറ്റ്സ് യൂസ് ചെയ്തു. സോ ഇതാണ് കോമ്പോസിറ്റിംഗ്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഡീറ്റെയിൽ ഒരു ഐഡിയ കിട്ടി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എലമെൻറ്റ്സ്, ടെക്സ്റ്റുകളൊക്കെ ഉപയോഗിച്ചിട്ട് ഒരു കഥ നമ്മളെടുത്ത് പറയണം. അതാണ് ഗ്രാഫിക് ഡിസൈനേഴ്സ് ആയിക്കോട്ടെ, വീഡിയോ എഡിറ്റേഴ്സ് ആയിക്കോട്ടെ ചെയ്യുന്നത്. ഇനി ഡീറ്റെയിൽ ആയിട്ട് ഏതൊക്കെ എലമെൻറ്റ്സ് ഉപയോഗിച്ചിട്ടാണ് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നമുക്ക് പഠിക്കാം. സോ ഫുള്ളി ഫോക്കസ് ചെയ്യാം. ഫസ്റ്റ് ലൈനാണ്. ലൈൻ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കാലത്തുള്ള ജനറേഷൻ പോസ്റ്റേഴ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല ടൈപ്പ് ഓഫ് ലൈനുണ്ട്, ഒരുപാട് ലൈൻസ് ഉണ്ട്. അതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള കുറച്ച് ലൈൻസ് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇത് ഹാർഡായിട്ടുള്ള ലൈന്, കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള ലൈന്, പിന്നെ പോയിൻറ്റിങ് ലൈൻസ്, അതേപോലെ തന്നെ പെന്ന് കൊണ്ട് എഴുതിയ ലൈന്, അതേപോലെ റൗണ്ടഡ് ലൈൻസ്, ഇതേപോലുള്ള ഒരുപാട് ലൈൻസ് ഉണ്ട്. ഞാൻ ഡീറ്റെയിൽഡ് ലൈൻസിൻ്റെ ഉപയോഗം നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഇപ്പോൾ ഈ ഒരു പോസ്റ്റർ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നത് നിങ്ങൾക്ക് ഇന്ന സ്ഥലത്ത് നിങ്ങൾ ആദ്യം വായിക്കൂ എന്ന് പറയുന്നില്ല. ഇപ്പം അനലൈസ് ആണ് നിങ്ങൾ ആദ്യം വായിക്കേണ്ടതെന്ന് അവർ പറയണമെന്നുണ്ടെങ്കിൽ ഇവിടെ 1 നമ്പർ കണ്ടേനെ, ഇവിടെ പ്രോഗ്രാംസ് 2 നമ്പർ കണ്ടേ. അവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അങ്ങനെ വായിക്കണം അവർക്ക് ഒരു നിർബന്ധമില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൺട്രോളിൽ അവർക്ക് സ്റ്റാർട്ട് ചെയ്യാം, കാരണം അങ്ങോട്ടാണ് ആ ആരോ പോയിന്റ് ചെയ്യുന്നത്, ആ ലൈൻ പോയിന്റ് ചെയ്യുന്നത്. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോഗ്രാംസ് ആദ്യം വായിക്കാം. സോ എങ്ങോട്ടെന്ന് അവർ പറയുന്നില്ല, പക്ഷേ ആ ഡയറക്ഷൻ കാണിക്കാൻ വേണ്ടി അവർ ആ ലൈൻ യൂസ് ചെയ്യുന്നു. ഇനി അടുത്തൊരു പോസ്റ്റർ എടുക്കാം. ഈ ഒരു പോസ്റ്റർ നോക്കി, ആ ലൈൻസിലെല്ലാം പല പ്രത്യേകതയുള്ള, അതിന് മീനിങ് ഒന്നുമില്ല, പക്ഷേ അങ്ങോട്ട് നോക്കൂ എന്ന് പറയുന്നതിന് വേണ്ടി അവർ ആ ലൈൻ യൂസ് ചെയ്യുന്നു. ഇനി അടുത്തൊരു പോസ്റ്റർ നോക്കാം. ഈ ഒരു പോസ്റ്ററിൽ അധികം ലൈനോ കാര്യങ്ങളോ ഒന്നുമില്ല, വളരെ പ്ലെയിൻ ആയിട്ടുള്ള പോസ്റ്ററാണ്. ഇനി ഞാൻ ചെറിയൊരു വ്യത്യാസം വരുത്തി കാണിച്ചുതരാം. നോക്കിയാണേ, ഒരു ലൈൻ ഞാൻ 21 ട്യൂസ്ഡേക്ക് അവിടെ ഇട്ടു. രണ്ടാമത്തെ റൗണ്ട് ഞാൻ മേളിൽ ടോപ്പിൽ കണ്ടു. മൂന്നാമത്തെ ലൈൻ നമുക്ക് ആ ഒരു ഇതെല്ലാം പെൻ വഴിയാണ്. ഇതെന്താണ്? നോർമലി നമ്മൾ നേരത്തെ നോക്കിയപ്പോൾ ഒരു നോർമൽ പോസ്റ്ററാണ്, പക്ഷേ ഈ ലൈനൊക്കെ വന്നപ്പോൾ തന്നെ കുറച്ചുകൂടെ ഒരു വ്യത്യസ്തമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ലേ? ഈ ഒരു ഫോണ്ട് നിങ്ങൾ നോക്കുക കേട്ടോ, ഓൾഡ് സ്റ്റാൻഡേർഡ് ഫോണ്ട് നിങ്ങൾക്ക് നെറ്റിന് ഡൗൺലോഡ് ചെയ്യാം. ഓൾഡ് സ്റ്റാൻഡേർഡ് ഫ്രീ ഡൗൺലോഡ് കൊടുക്കുക, കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോണ്ടാണ്. നമ്മൾ ഈ പത്രപേപ്പറിലൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഫോണ്ടാണ്, നല്ല അടിപൊളി ഫോണ്ടാണ്. പിന്നെ നോക്കി, ഈ ലൈൻ കാരണമാണ് ഈ ഒരു പോസ്റ്റർ കുറച്ചുകൂടെ ബെറ്റർ ആയി വരുന്നത്. നമ്മൾ അങ്ങോട്ട് നോക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ നോക്കും, പക്ഷേ കുറച്ചുകൂടെ ഒരു ക്ലാസ് സ്റ്റൈൽ ആ ലൈൻ കാരണമാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഐഡിയ ലൈൻസ് വെച്ച് മനസ്സിലായല്ലോ, ലൈൻ എലമെൻറ്റ് വെച്ചിട്ട്. ഇനി അടുത്ത ഷേപ്പിലേക്ക് വരാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഷേപ്പ് എന്ന് വെച്ചാൽ ജിയോമെട്രിക് ആയിട്ടുള്ള ഷേപ്പ് ഉണ്ട്, അതേപോലെ ഓർഗാനിക് ആയിട്ടുള്ള ഷേപ്പ് ഉണ്ട്, അബ്സ്ട്രാക്ട് ആയിട്ടുള്ള ഷേപ്പ് ഉണ്ട്. നിങ്ങൾക്ക് ഒന്നും മനസ്സിലായാലും എനിക്ക് പിടിയിട്ട് ജസ്റ്റ് ഫോക്കസ് ചെയ്യാം. ഫസ്റ്റ് ഓർഗാനിക് ആയിട്ടുള്ള ഷേപ്പ്. ഇതൊരു പോസ്റ്ററാണ്. ഇതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ വൈറ്റ് സ്പേസ്, ഇപ്പോൾ ബ്ലാങ്ക് ആയിട്ടുള്ള സ്പേസുകൾ ഫില്ല് ചെയ്യുന്നത് ഇതേപോലുള്ള ഷേപ്പുകൾ വെച്ചിട്ടാണ്. ഷേപ്പിന് പ്രത്യേകിച്ച് മീനിങ് ഒന്നുമില്ല, അത് മാത്തമാറ്റിക്കൽ ഷേപ്പാണ്. ട്രയാങ്കിൾ, ചതുരം, അതേപോലെ റെക്റ്റാങ്കിൾ, അങ്ങനെയുള്ള മാത്തമാറ്റിക്കൽ ഷേപ്പുകൾ, അതിന് മീനിങ് ഒന്നുമില്ല. പക്ഷേ നമ്മളെ ഈ പോസ്റ്ററിലേക്ക് അട്രാക്ട് ചെയ്യിപ്പിക്കുന്ന ഈ ഷേപ്പാണ്, ആ കളറ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ആദ്യം ഈ പോസ്റ്ററിലേക്ക് നോക്കാൻ കാരണം അതാണ്. പക്ഷേ നമുക്കതാണ് നമ്മളുടെ ഉദ്ദേശം. നോക്കിയതിന് ശേഷം നമ്മൾ രണ്ടാമത് ആ ടെക്സ്റ്റിലേക്ക് വരും. അപ്പോൾ അവരെന്തൊക്കെയാണ് അവരുടെ ഐഡിയ എന്താണ്? ഫസ്റ്റ് ഒരു ജിയോമെട്രിക്കൽ ഷേപ്പ് ഉപയോഗിച്ച് നമ്മളെ അട്രാക്ട് ചെയ്യിപ്പിച്ചു, ടെക്സ്റ്റുകൾ ഉപയോഗിച്ച് നമ്മുടെ അടുത്ത് അവർ പറയേണ്ട കഥ പറഞ്ഞു. അപ്പോൾ അതിനുവേണ്ടി അവർ യൂസ് ചെയ്ത് ജിയോമെട്രിക് ആയിട്ടുള്ള ഷേപ്പുകളാണ്. പ്രോപ്പർ മീനിങ് ഇല്ല, പക്ഷേ അതേ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അടുത്ത് എന്താണ് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോകുന്നത് അവർ പറഞ്ഞു തരും. അതേപോലെ വൈറ്റ് സ്പേസുകൾ ഫില്ല് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും. ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഈ ഒരു പോസ്റ്റർ നോക്കി, ആ ഒരു പോസ്റ്ററിലേക്ക് നമ്മളെ അട്രാക്ട് ചെയ്യിപ്പിക്കുന്നത് ആ ജിയോമെട്രിക് ആയിട്ടുള്ള ഷേപ്പുകളാണ്, ആ കളറുകളാണ്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം അതിനകത്ത് നോക്കുന്നത്. പക്ഷേ രണ്ടാമത് നമ്മൾ നോക്കേണ്ടത് ആ ഒരു ടെക്സ്റ്റിലേക്കാണ്. സോ അതാണ് അവരുടെ ഐഡിയ. ആ ജിയോമെട്രിക് ഷേപ്പുകൾ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഒരു കഥ പറയുകയാണ്. ഇനി മൂന്നാമത്തെ നോക്കാം. ഇപ്പോൾ ഈ ഒരു പോസ്റ്റർ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഈ ഒരു റൗണ്ടോ കാര്യങ്ങളോ ഇവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ ഇതൊരു നോർമൽ പോസ്റ്ററാണ്. പ്രത്യേകിച്ച് ഒരു വാല്യൂവോ പ്രത്യേകിച്ച് ഒരു ക്ലാസിക് സ്റ്റൈലോ ഒന്നുമില്ല. പക്ഷേ ആ ഒരു 3-4 റൗണ്ടും ആ ഒരു ജിയോമെട്രിക് റൗണ്ട് ഷേപ്പോടെ വന്നതോടെ ആ ഒരു പോസ്റ്ററിൻ്റെ ക്വാളിറ്റി ഒരു വേറെ റേഞ്ചിലേക്ക് പോയി. അപ്പോൾ നമ്മളെ
സംബന്ധിച്ചിടത്തോളം അവർ നമ്മളെടുത്ത് തന്നു. അല്ലെന്നുണ്ടെങ്കിൽ ഇതൊരു പോയിന്റിങ് ഡിവൈസാണ്. നിങ്ങൾ നോക്കി, നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ കാണിച്ചത് കണ്ടോ, ഇങ്ങോട്ട് നോക്കൂ എന്ന് പറയുന്ന ഒരു പോയിന്റിങ് ഡിവൈസും കൂടാണ്. അപ്പം നമ്മൾ അല്ലെങ്കിലും അവിടെ തന്നെ നോക്കുന്നത്, പക്ഷേ അതൊരു ക്ലാസിക് സ്റ്റൈൽ ഓഫ് ഡിവൈസാണ്. ഒരു ഡിസൈൻ, ഒരു നോക്കാൻ വേണ്ടിയുള്ള ഒരു ഡിവൈസായിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ജിയോമെട്രിക്കൽ ഷേപ്പ് യൂസ് ചെയ്യാം. ഇനി നമുക്ക് താഴോട്ട് വരാം. അടുത്ത ലോഗോസ് യൂസ് ചെയ്യും. ലോഗോസ് എന്ന് വെച്ചാൽ എല്ലാ മിനിമം ലോഗോസ് എന്ന് വെച്ചാൽ ഇതേപോലുള്ള ജിയോമെട്രിക് ഷേപ്പ് വെച്ചിട്ടാണ് ക്രിയേറ്റ് ചെയ്യുക. അതിനെ ചേർത്ത് വെച്ച് കട്ട് ചെയ്തിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ലോഗോസാണ് ഏറ്റവും കൂടുതൽ. ഇനി അടുത്ത ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരാം, ഓർഗാനിക് ഷേപ്പിനകത്ത് ഓർഗാനിക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഓർഗാനിക് എന്ന് വെച്ചാൽ നമ്മൾ ആൾറെഡി എവിടെയെങ്കിലും കണ്ടു മറന്ന ഇമേജസ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഈ ഇലകൾ, ഈ ചെടികൾ, ഇതിൻ്റെ എല്ലാം നമുക്കറിയാം, ഓക്കെ ഇത് ഞാൻ അവിടെ കണ്ടിട്ടുണ്ട് എന്നുള്ളൊരു ഫീൽ നമുക്ക് ആൾറെഡി വരും. ആൾറെഡി കണ്ടു മറന്ന ഷേപ്പുകളാണ്, നമ്മുടെ കണ്ണിൽ എവിടെയെങ്കിലും കണ്ട ഷേപ്പുകളായിരിക്കും. അത് വെച്ചിട്ടുള്ള ഡിസൈൻസിനാണ് ഓർഗാനിക് ഡിസൈൻ അല്ല ഓർഗാനിക് ഷേപ്പ് എന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ്. അതുപോലെ ഫ്ലൂയിഡ്സ് ഒക്കെ നമുക്ക് ആൾറെഡി അറിയാം, ഓക്കെ ഇത് സ്മോക്ക് ആണ്, നമുക്ക് ആൾറെഡി കണ്ടു പരിചയമുണ്ട്. അത് വെച്ച് നമ്മുടെ ഒരു കഥ പറയണം. ഇനിയും അബ്സ്ട്രാക്റ്റിലേക്ക് വരും. ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. നമ്മൾ എവിടെയും കാണാത്ത ചില ഒബ്ജക്റ്റുകൾ നമുക്ക് ഒരിക്കലും കാണാൻ പറ്റില്ല. നമുക്ക് എവിടെയാണ് ഇങ്ങനത്തെ ഒബ്ജക്റ്റ് എന്ന് നമ്മൾ ചിന്തിച്ചു. എവിടെയും കാണാത്ത ഒബ്ജക്റ്റുകൾ വെച്ചിട്ട് നമ്മളടുത്ത് ഒരു കഥ പറയാൻ ശ്രമിക്കുന്നു. ഇപ്പോൾ നമ്മൾ ട്രാഫിക് സിഗ്നൽസ് ഇല്ലേ, അതൊക്കെ അങ്ങനെയാണ്. നമ്മൾ എന്ന് വെച്ചാൽ പലതരം ഇമേജസ് ചേർത്ത് വെച്ചിട്ട് അതിനെ നമ്മളടുത്തൊരു കഥ പറയുകയാണ് അവർ. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഇതിന് വരച്ച് കാണിച്ചു തരാം. ഇപ്പോൾ ഈ ഒരു വലിയ റൗണ്ട് താഴോട്ട് വരികയാണ്. നിങ്ങൾ നോക്കിയാൽ വലിയ റൗണ്ടായി താഴോട്ട് പോയിന്റ് ചെയ്യാണ്. ഇങ്ങോട്ട് നോക്കാൻ അവർ പറയാണ്, കാണാൻ പറ്റുന്നുണ്ടോ? ഇങ്ങോട്ട് നോക്കാൻ അവർ പറയാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു റൗണ്ട് ഉപയോഗിച്ച് നമ്മളെടുത്ത് അവരൊരു കഥ പറയുകയാണ്. അപ്പം ആ ഒരു റൗണ്ടിന് പ്രത്യേകിച്ച് ഒരു മീനിങ്ങോ അത് എവിടെയും കണ്ടതായിട്ട് ഒരു പരിചയം പോലും നമുക്കില്ല. പക്ഷേ അങ്ങനെ ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ട് നമ്മളെടുത്ത് ഒരു കഥ പറയാൻ ശ്രമിക്കുകയാണ്. അപ്പം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അബ്സ്ട്രാക്റ്റ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ലോഗോസിൽ തന്നെയാണ്. പല ടൈപ്പ് ഓഫ് ഇതേപോലുള്ള എലമെൻറ്റ്സ് യൂസ് ചെയ്ത് നമുക്ക് മനസ്സിലാവാത്ത എലമെൻറ്റ്സ് യൂസ് ചെയ്തിട്ടാണ് ഈ ലോഗോസ് ക്രിയേറ്റ് ചെയ്യുന്നത് പല കമ്പനികളുടെ. പക്ഷേ എന്ത് ചേർത്ത് വെച്ചാലും അവസാനം നമ്മളെടുത്ത് ആ ലോഗോ ഒരു കഥ പറയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അത് ഇന്ന മീനിങ് ആണ്. ഇപ്പോൾ ആമസോൺ ആണെന്നുണ്ട് ഇന്ന മീനിങ് ആണ് നമ്മൾ പറയാൻ ശ്രമിക്കുന്നുണ്ട്. അതിനൊരു പ്രത്യേകിച്ച് ഒരു ഷേപ്പോ കാര്യങ്ങളോ ഒന്നും നമുക്ക് മനസ്സിലാവത്തുമില്ല. സോ എനിവേ താഴോട്ട് പോകാം. കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരാം. ജിയോമെട്രിക് എന്ന് വെച്ചാൽ ഇതേപോലുള്ള ഷേപ്പുകൾ, ഓർഗാനിക് എന്ന് വെച്ചാൽ നമ്മൾ ആൾറെഡി കണ്ടു മറന്ന ഷേപ്പുകൾ, മൂന്ന് വെച്ചാൽ അബ്സ്ട്രാക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെടുത്ത് പലതരം ഷേപ്പുകൾ ഉപയോഗിച്ചിട്ട് ഒരു കഥ പറയാൻ ശ്രമിക്കുന്നു. അത്രയേ ഉള്ളൂ. ഇത്രയും ഷേപ്പുകൾ എന്ന് വെച്ചാൽ നമ്മൾ ഇതുവരെ കാണാത്ത, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പലതരം അടുക്കി വെച്ചിട്ട്, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നമ്മളെടുത്ത് ചേർത്ത് വെച്ചിട്ട് ഒരു കഥ പറയാൻ ശ്രമിക്കുന്നു. അതിനാണ് അബ്സ്ട്രാക്റ്റ് എന്ന് പറയുന്നത്. കാര്യം പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. അടുത്ത ഡിപ്പാർട്ട്മെൻറ്റിൽ ഇതിൻ്റെ കൂടുതൽ എലമെൻറ്റ്സ് നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. സോ ഫുള്ളി ഫോക്കസ് ചെയ്തിരിക്കാം. സ്റ്റുഡൻസിന് വേണ്ടി ഇനി ഡീറ്റെയിൽ ആയിട്ടുള്ള കളർ തിയറി അങ്ങനെയുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും വരുന്നുണ്ട്. അത് കഴിയുമ്പോൾ നിങ്ങളൊരു ഡിസൈൻ ചെയ്ത് എനിക്ക് അയക്കാം, വ്യത്യാസം മനസ്സിലാക്കാം.